ഈ വൻപയറൊക്കെ വയലിലേക്ക് ഈ ചക്കക്കുരു കൂട്ടുന്നത് നല്ലതാണ്. അതൊക്കെ തിന്ന ആളുകൾക്ക് വളരെ വലിയ കരുത്തുണ്ടാവും. ആണുങ്ങൾക്കും കരുത്തുണ്ടാവും, പെണ്ണുങ്ങൾക്കും കരുത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചക്കക്കുരുവും വൻപയറും ചേർത്ത് നാടൻ കറികൾ, വല്ലാത്ത പോഷകങ്ങളുടെ കലവറ എന്ന് വേണമെങ്കിൽ അതിനെ പറ്റി പറയാം. ഇനി ഇനി ഒന്ന് ചേരുവ, വൻപയർ സൂപ്പ് ഉണ്ടാക്കാം. വൻപയർ നന്നായി വേവിച്ച് ഉടക്കുക, എന്നിട്ട് ഇഞ്ചിയും കുരുമുളകും ചേർത്ത് സൂപ്പായി കുടിക്കുക. ഉദാഹരണം പറയാം, വൈകുന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. വൈകുന്നേരം വലിയൊരു ഭക്ഷണമൊന്നും നമ്മൾ വൈകുന്നേരം കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഒരു 6:30-7 മണി, എൻ്റെ രാത്രി ഭക്ഷണം റബ്ബിൻ്റെ സഹായത്താൽ അങ്ങനെയാണ്. പരമാവധി ഒരു 6:30-7 മണി, 7-7:30, അതിൻ്റെ അപ്പുറത്തേക്ക് പോകൂല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ആ സമയത്ത് പെണ്ണുങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, വൻപയറിൻ്റെ സൂപ്പ് ഉണ്ടാക്കുക. വൻപയർ ഇങ്ങനെ നല്ലാക്കി വേവിക്കുക, എന്നിട്ട് ഓട്ടക്കുക, നല്ലോണം ഉണക്കുക. അല്പം ഇഞ്ചിയും ചേർക്കുക, അല്പം കുരുമുളക് പൊടിയും ചേർക്കുക. എന്നിട്ട് പാകത്തിന് ലേശം നല്ല റോക്ക് സാൾട്ട് ഇട്ട് അതിങ്ങനെ വൈകുന്നേരം കുറച്ച് കുടിക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന സോളുബിൾ ഫൈബർ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ അഥവാ LDL കുറക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനൊക്കെ മനുഷ്യനെ സഹായിക്കുന്നതാണ് വൻപയർ. അതായത് പിന്നെ എന്താ പറയുക, ചീത്ത കൊളസ്ട്രോളും അത് നിയന്ത്രിക്കും. അതേപോലെ തന്നെ അനാവശ്യമായി ഉണ്ടാകുന്ന പ്രഷർ പോലെ തന്നെയും നിയന്ത്രിക്കാൻ അതിന് കഴിയും. കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെയും നട്ടെല്ലിൻ്റെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോളേറ്റ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ധാരാളം ഉള്ള ഒരു പദാർത്ഥമാണ് വൻപയർ. അതുകൊണ്ട് ഗർഭിണികൾ വൻപയർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികളുടെ തലച്ചോറിനൊക്കെ വളരെ ഗുണകരമാവും. മനസ്സിലായില്ല? ഗർഭിണികൾ നിർബന്ധമായും കഴിക്കേണ്ട ഒരു സാധനമാണ് വൻപയർ. അതൊക്കെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഗർഭിണികളോട് വളരെ താഴ്മയായി എനിക്ക് പറയാനുള്ളത്, ഫാസ്റ്റ് ഫുഡ് നിങ്ങൾ ഒരു കാരണവശാലും ഫാസ്റ്റ് ഫുഡ് ഉപയോഗിക്കരുത്. അത് ആ കുട്ടി പുറത്ത് വരുമ്പോൾ തന്നെ ആ കുട്ടി രോഗിയായിരിക്കും. ഇന്ന് പ്രസവിക്കുന്ന കുട്ടിക്ക് ഷുഗർ, പ്രഷറൊക്കെ സർവ്വസാധാരണയാണ്. എന്തുകൊണ്ട്? അത് ഈ ഉമ്മ കഴിക്കുന്ന ഭക്ഷണം, അവർ സംസാരിക്കുന്ന രീതി, അവരുടെ പ്രഷർ, ഇതൊക്കെ കുട്ടിയെ സ്വാധീനിക്കും. അപ്പം പറഞ്ഞുകൊണ്ട് വന്നത്, വൻപയർ സ്ഥിരമായി ഗർഭിണികൾ ഒരു കുറഞ്ഞ അളവിലെങ്കിലും എല്ലാ ദിവസവും വൻപയർ കഴിക്കുന്നത് നല്ലതാണ്. അതെന്താണ്, കുട്ടിക്ക് അവർക്ക് പേശിബലവും കരുത്തും ഉണ്ടാക്കും. എന്നതുപോലെ തന്നെ കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ച, കുട്ടിയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ശക്തമായി നല്ല പേശിബലത്തോടു കൂടി കുട്ടി ജനിക്കാനുള്ള ആവശ്യമായ ചേരുവകൾ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഫോളിക് ആസിഡ്, അതേപോലെ തന്നെ ഫോളേറ്റ്, ഇതെല്ലാം അത്യാവശ്യത്തിനുള്ള ഒന്നാണ് ഈ വൻപയർ. ഇതിലെ വിറ്റാമിൻ A, വിറ്റാമിൻ C എന്നിവ ശരീരത്തിൻ്റെ രോഗങ്ങളോട് പോരാടാനുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതായത് സ്ഥിരമായി നമ്മൾ വൻപയർ കഴിക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ, നല്ല കരുത്തുണ്ടാവും, ശരീരത്തിന് നല്ല കരുത്തുണ്ടാവും. അതൊക്കെ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിലൊരു പൊതു സ്വഭാവമുണ്ട്, പിന്നെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് കഴിയുന്നതിനെ ജനങ്ങൾ ആശ്രയിക്കും. അപ്പോൾ അതിന് മാർക്കറ്റിൽ വലിയ വില കൂടും. ഉദാഹരണം, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ചില സാധനങ്ങൾ, പിന്നെ ചില പഴങ്ങൾ, ആ പഴങ്ങൾക്കൊക്കെ ഒരു കാലത്ത് ചെറിയ വില ഉണ്ടായിരുന്ന പഴങ്ങൾക്കൊക്കെ ഇന്ന് വലിയ പഴങ്ങളാണ്. നമ്മൾ എന്താ പറയുക, ആ പനിയുടെ കാലഘട്ടത്തിലൊക്കെ കഴിച്ചിരുന്ന ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, വീടുകളിലൊക്കെ ഉണ്ടാവുന്ന, എന്താ അതിൻ്റെ പേര്, പാഷൻ ഫ്രൂട്ട് അല്ലേ? ആ ഫ്രൂട്ടിന് ഒരു വളരെ കുറഞ്ഞ വില ഒരു കാലത്തുണ്ടായിരുന്നു. ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നൊരു പഴമാണത്. പക്ഷെ പിന്നീട് അതിനെ അങ്ങോട്ട് അടിച്ച് കയറി. പിന്നെ അതിൻ്റെ പേരിൽ കൃത്രിമമായ കോളകൾ വന്നു. കണ്ടിട്ടില്ലേ കൃത്രിമമായ കോളകൾ? കോളകൾ ഒറിജിനലാണെങ്കിൽ പോലും അതിൽ കൃത്രിമമായ രാസചേരുവകൾ ചേർക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരം സാധനങ്ങളാണ്. ഇതൊക്കെ സാധാരണ കറിക്കൂട്ടുകളാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, അതിന് വലിയ വാല്യൂ ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നമുക്ക് വിറ്റാമിൻ A, വിറ്റാമിൻ C, രോഗങ്ങളോട് പോരാടാനുള്ള കരുത്ത്, ശരീരത്തിൻ്റെ കരുത്ത്, അതൊക്കെ നമുക്ക് അധികരിക്കും. വൻപയർ കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, പണ്ട് കാലം മുതൽക്ക് കഞ്ഞിയുടെ കൂടെ വൻപയർ കഴിക്കുന്ന ഒരു രീതി നമുക്കിടയിലുണ്ട്.
വൻപയർ വേവിച്ച് അല്പം തേങ്ങയും കാന്താരി മുളകും ചതച്ച് ചേർത്തോ അല്ലെങ്കിൽ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് മെഴുക്ക് പുരട്ടി എന്നറിയും നമ്മൾ, അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കാം. ചക്കക്കുരുവും വൻപയറും ചേർത്ത നാടൻ കറികൾ വളരെ ചക്കക്കുരുവിൽ തന്നെ ധാരാളം പോഷകങ്ങളുണ്ട്. അതേപോലെ തന്നെ വൻപയർ. ചക്കക്കുരു നല്ലോണം ശ്രദ്ധിക്കണം. ചക്കക്കുരു മണ്ണിലിട്ട് വെക്കുക. പഴയ കാലത്ത് വെണ്ണീറിലിട്ട് വെക്കും, മണ്ണിലിട്ട് വെക്കും. മണ്ണിൽ വരാത്ത, മഴ വരാത്ത, അന്ന് നമ്മുടെ ഈ വീടിൻ്റെ സൈഡുകളിലൊക്കെ എന്തുണ്ടാവുന്നൊരു മണ്ണുണ്ട്. ഇന്നിപ്പോൾ എല്ലാം ഇൻ്റർലോക്ക് ആയതുകൊണ്ട് അങ്ങനെ കിട്ടൂല. വീട്ടിലൊക്കെ ചായ്പുണ്ടെങ്കിൽ ആ ചായ്പിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുമല്ലോ, ആ സൈഡിലൊക്കെ പൂഴ്ത്തി വെക്കുക. പഴയ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്തു വെക്കും. ഉണക്കി വെക്കും. അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലത്തെ ഒരു കോട്ടിങ് ഉണ്ട് അതിൻ്റെ പുറത്ത്. അത് കളയാതെ അങ്ങനെ തന്നെ ചക്കക്കുരുൻ്റെ ചെവിണിയോട് കൂടെ തന്നെ, അതായത് ചക്ക കഴിച്ചതിന് ശേഷം അത് അങ്ങനെ തന്നെ എടുത്ത് വെക്കും. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അത് എപ്പോഴും ഉപയോഗിക്കും. ഈ വൻപയറൊക്കെ വൻപയർക്ക് ഈ ചക്കക്കുരു കൂട്ടുന്നത് നല്ലതാണ്. അതൊക്കെ തിന്ന ആളുകൾക്ക് വളരെ വലിയ കരുത്തുണ്ടാവും. ആണുങ്ങൾക്കും കരുത്തുണ്ടാവും, പെണ്ണുങ്ങൾക്കും കരുത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചക്കക്കുരുവും വൻപയറും ചേർത്ത് നാടൻ കറികൾ വല്ലാത്ത പോഷകങ്ങളുടെ കലവറ എന്ന് വേണമെങ്കിൽ അതിനെ പറ്റി പറയാം. ഇനി ഇനി ഒന്ന് ചേരുവ വൻപയർ സൂപ്പ് ഉണ്ടാക്കാം. വൻപയർ നന്നായി വേവിച്ച് ഉടക്കുക. എന്നിട്ട് ഇഞ്ചിയും കുരുമുളകും ചേർത്ത് സൂപ്പായി കുടിക്കുക. ഉദാഹരണം പറയാം, വൈകുന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. വൈകുന്നേരം വലിയൊരു ഭക്ഷണമൊന്നും നമ്മൾ വൈകുന്നേരം കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഒരു 6:30-7 മണി എൻ്റെ രാത്രി ഭക്ഷണം റബ്ബിൻ്റെ സഹായത്താൽ അങ്ങനെയാണ്. പരമാവധി ഒരു 6:30-7 മണി, 7-7:30, അതിൻ്റെ അപ്പുറത്തേക്ക് പോകൂല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ആ സമയത്ത് പെണ്ണുങ്ങൾ എന്ത് ചെയ്യാന്നറിയാം, വൻപയറിൻ്റെ സൂപ്പ് ഉണ്ടാക്കുക. വൻപയർ ഇങ്ങനെ നല്ലാക്കി വേവിക്കുക, എന്നിട്ട് ഓട്ടക്കുക, നല്ലോണം ഉടക്കുക. അല്പം ഇഞ്ചിയും ചേർക്കുക, അല്പം കുരുമുളക് പൊടിയും ചേർക്കുക. എന്നിട്ട് പാകത്തിന് ലേശം റോക്ക് സാൾട്ട്, നല്ല റോക്ക് സാൾട്ട് ഇട്ട് അതിങ്ങനെ വൈകുന്നേരം കുറച്ച് കുടിക്കുക. 1 ഗ്ലാസ് 1.5 ഗ്ലാസ്, ഇനി 2 ഗ്ലാസ് ചെറിയ പാത്രത്തിൽ. ഇനി വേണമെങ്കിൽ ഒരു ചപ്പാത്തി, നല്ല ചൂടുള്ള ചപ്പാത്തിയിൽ കുത്തി കഴിക്കുക. 1-2 ചപ്പാത്തി. രാത്രി ഭക്ഷണം മതിയായി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? വല്ലാത്ത രസം ഉണ്ടാവും അതിലൊക്കെ. ഈ സൂപ്പോട് കൂടെ 1-2 ചപ്പാത്തി. ഇനി രായിയുടെ ചപ്പാത്തിയും പറ്റും. രായി എന്നും പറയും, പിന്നെ ചോളാണ്ടി എന്ന് പറയും, ചോളാണ്ടി രായി എന്നും പറയും. മുത്താറി അല്ലേ, മനസ്സിലാണ്ട് പറഞ്ഞത്? മുത്താറി കൊണ്ട് പത്തിരി ഉണ്ടാക്കുക വൈകുന്നേരം. നല്ലൊരു സാധനമാണത്. എന്നിട്ട് ഈ മുത്താറി കൊണ്ട് പത്തിരി ഉണ്ടാക്കിയിട്ട് ഈ സൂപ്പിൽ കുത്തി കഴിക്കുക. വേറെ ഒന്നും വേണ്ട. മനസ്സിലായോ നിങ്ങൾക്ക്? അതൊക്കെ എത്ര നല്ല ഭക്ഷണമാണ്. എന്തൊക്കെ കരുത്താണ് ഇതിലുണ്ടാക്കുക. പെണ്ണുങ്ങൾ അത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയാം. പിന്നെ അടുക്കളയിൽ നിന്ന് ചുടുന്നതോടുകൂടെ അത് ഭർത്താവിന് കൊടുക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, അവരും കഴിക്കുക. നല്ല ചൂടോടുകൂടെ കഴിക്കുക. അതൊക്കെ വലിയ ഗുണമാണ്, ശരീരത്തിന് നല്ല ഗുണമുണ്ടാവും. പക്ഷെ വൻപയറിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൻപയർ സ്വാഭാവികമായി ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയോ, ഒരു 6-8 മണിക്കൂർ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുക. വേവിക്കാൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറോ അതിനെ 6 to 8, ഏറ്റവും ചുരുങ്ങിയത് എത്ര, 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. 8 മണിക്കൂറായ നന്നായി. വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെച്ച് വേവിക്കാൻ എടുക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതങ്ങനെ തന്നെ മറിക്കരുത്. ആ വെള്ളം പൂർണ്ണമായി ഒഴിവാക്കുക. എന്നിട്ട് പുതിയ വെള്ളം കയറ്റുക. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അത് ഒഴിവാക്കിയിട്ട് പുതിയ വെള്ളത്തിലാണ് വെക്കേണ്ടത്. ഒരിക്കലും ഗ്യാസ് ഉണ്ടാവില്ല, പേടിക്കണ്ട വേണ്ട. ഒരിക്കലും ഗ്യാസ് ഉണ്ടാവില്ല, പേടിക്കണ്ട. ഇതൊക്കെ നല്ല ഭക്ഷണങ്ങളാണ്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പെണ്ണുങ്ങൾ അടുക്കളയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഭർത്താവിന് ആരോഗ്യം ഉണ്ടാവും. അവർ എന്താ പറയുക, ഇപ്പോൾ ഇന്ന് നമ്മൾ ഭർത്താക്കന്മാർക്ക് എനർജി ഫുഡ് വാങ്ങിക്കൊടുക്കുകയാണ്. കാരണം ഒരു കാര്യത്തിനും ഒരു പറ്റില്ല, ഒന്നും നടക്കില്ല അവരെ കൊണ്ട്. അപ്പോൾ അവർക്ക് എനർജി ഗുളികകൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു കാലമാണിത്. അത് അവർക്ക് ക്യാൻസർ ഉണ്ടാക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത്തരം ഫുഡൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി പെണ്ണുങ്ങളെ നിങ്ങൾ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
6-8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിനുശേഷം ആ വെള്ളം കളഞ്ഞ് പുതിയ വെള്ളത്തിൽ വേവിച്ചെടുക്കുക. വേവിക്കുമ്പോൾ അല്പം കായം അല്ലെങ്കിൽ ഇഞ്ചി, ഒരല്പം ഇഞ്ചി ചേർക്കുക. അതിൽ ഇഞ്ചി ചേർക്കുന്നതിൻ്റെ ഇഞ്ചി ദഹനം എളുപ്പമാക്കുന്ന സാധനമാണ് ഇഞ്ചി. ഒരിക്കലും അല്പം കറിക്കായം ചേർക്കുക. അല്ലെങ്കിൽ ഈ കറിക്കായത്തിൽ നിങ്ങൾക്ക് വിശ്വാസം കിട്ടുന്നില്ലെങ്കിൽ എല്ലാം കൃത്യമായ ഒരു കാലല്ലേ, അല്പം ഇഞ്ചി കുത്തിച്ചതച്ചതിൽ ചേർത്താൽ മതി. എന്നാൽ ദഹനം എളുപ്പമായി കിട്ടും, ഗ്യാസ് ഉണ്ടാവുകയുമില്ല. ഗ്യാസ് ഒഴിവാക്കാനുള്ള വഴി പറഞ്ഞെന്നല്ലോ. എന്ത്? വൻപയർ എന്ത് ചെയ്യുക, വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിന്നെ ഒരു 6 മണിക്കൂർ ഓർ 8 മണിക്കൂർ, 6-8 മണിക്കൂർ. എന്നിട്ട് ആ വെള്ളം പൂർണ്ണമായി ഊറ്റിക്കളയുക. ഊറ്റിക്കളഞ്ഞതിന് ശേഷം പുതിയ വെള്ളത്തിലാണ് വേവിക്കേണ്ടത്. അതിലേക്ക് ലേശം ഇഞ്ചി ചതച്ച് ചേർക്കുക, ഒന്നും ഉണ്ടാവില്ല. ആ വെള്ളം പോയിക്കോട്ടെ, ആ വെള്ളത്തിൽ പോയിക്കോട്ടെ. അതിൽ വേവിക്കാത്ത കാലത്തോളം സത്ത് പോവില്ല. വേവിക്കാത്ത കാലത്തോളം ഒന്നും അതിനൊന്നും പോകില്ല, പേടിക്കണ്ട. അതിൽ ദോഷകരമായ ചില സാധനങ്ങളുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 6-8 മണിക്കൂർ ഇല്ലെങ്കിൽ വേറെയും ദോഷം വരും. ആ കുതിർത്ത് വെക്കാതെ നമ്മൾ കഴിച്ചാൽ പൂർണ്ണമായും വയറ്റിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ഇതൊക്കെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ചെറുപയർ ആരും ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക, പയർ, ഇതൊക്കെ ദഹിക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഹാർഡ്നെസ് കൂടും. അതിൻ്റെ ഏറ്റവും പുറത്തെ ആ ലെയറിന് മാത്രമേ ഒരു ചെറിയ, മാത്രമല്ല ഇപ്പോൾ എന്തിനാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊരു പിന്നെ വൻപയറാണെങ്കിലും ചെറുപയറാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു മണി എടുത്തിട്ട് നിങ്ങളൊന്ന് പൊട്ടിക്ക്, പല്ലിലിട്ടൊന്ന് പൊട്ടിക്കും. ഭയങ്കര ഹാർഡല്ലേ അത്? അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം അതൊക്കെ പോയാൽ വളരെ വൃത്തിയാവും. അപ്പം ഇത് വളരെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട കഴിക്കേണ്ട മറ്റൊരു സാധനമാണ് കടല. നമ്മുടെ നാടൻ ഭക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ സ്രോതസ്സുകളുടെ ഏറ്റവും ജനപ്രിയവും പോഷകസമൃദ്ധവുമായ ഒന്നാണ് കടല. കറുത്ത കടല, വെള്ളക്കടല, മനസ്സിലായില്ലേ? ചില നാടിൽ കാബൂളിക്കടല എന്ന് പറയും. പക്ഷേ ഇതിൽ കറിക്കടലയാണ് ഏറ്റവും നല്ലത്. എന്തിനേക്കാൾ? വെള്ളക്കടലയേക്കാൾ നല്ലത് കറിക്കടലയിലാണ് പ്രോട്ടീൻ കൂടുതലുള്ളത്. വെള്ളക്കടല പറ്റും, പക്ഷെ അതിനേക്കാൾ നല്ലത് കറിക്കടല ഉപയോഗിക്കലാണ്. എന്താണ് കറിക്കടല? ഏകദേശം 19 മുതൽ 22% വരെ സസ്യ പ്രോട്ടീൻ കറിക്കടലയിൽ അടങ്ങിയിട്ടുണ്ട്. പേശികളുടെ ബലത്തിന്, കായികാധ്വാനം ചെയ്യുന്നവർക്ക് ഇത് മികച്ച ഊർജം കൊടുക്കും. രക്തക്കുറവ് പരിഹരിക്കും കറിക്കടല. രക്തക്കുറവ് എമ്പാടും അയൺ ഉള്ളതാണ്. കടലിൽ ഇരുമ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ശരീരത്തിൽ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും അനീമിയ, അതായത് വിളർച്ച തടയാനും ഇത് സഹായിക്കും. ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. കൂടാതെ ഇതിലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരാതെ സ്റ്റേബിളായി നിൽക്കാൻ രക്തത്തിൻ്റെ, അതായത് നമ്മൾ കറിക്കടല സ്ഥിരമായി കഴിക്കുന്നത് പ്രമേഹം ഉയരാതിരിക്കാൻ നല്ലതാണ്. നല്ലൊരു കാര്യം കറിക്കടല. മറ്റേ കടലയും പറ്റും, വെള്ളക്കടലയും പറ്റും. പക്ഷെ വെള്ളക്കടലേക്കാൾ ഒന്നും കൂടി നല്ലത് മറ്റേ കടലയാണ്, കറിക്കടലയാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന ലയിക്കുന്ന നാരുകൾ, സോളുബിൾ ഫൈബർ, മലബന്ധം തടയുകയും ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും. അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. ഹാർട്ട് അറ്റാക്കൊക്കെ ഈ ഫാസ്റ്റ് ഫുഡിൽ നിന്നാണ് കൂടുതലും വരിക. അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, അത് കഴിക്കുകയും ചെയ്യരുത്. കടലയിൽ കോളിൻ എന്ന ഒരു പോഷകം അടങ്ങിയിട്ടുണ്ട്. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും, നാഡീവ്യൂഹത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കും. കറിക്കടല എങ്ങനെ കഴിക്കണം? നന്നായി വേവിച്ച് അല്പം ഉപ്പും വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കഴിക്കണം. വൈകുന്നേരത്തൊക്കെ നല്ലൊരു ഭക്ഷണമാണ്. വൈകുന്നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വൻപയറിൻ്റെ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ചെയ്യാവുന്നത് എന്താണെന്നറിയോ? കറിക്കടല നല്ല പോലെ പുഴുങ്ങിയിട്ട് എന്ത് ചെയ്യാന്നറിയോ? അതൊന്ന് പിന്നെ അതിൽ തേങ്ങ ചെറിയ തേങ്ങ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒന്ന് എന്ത് ചെയ്യാന്നറിയോ? ഒന്ന് എന്താ ചെയ്യുക, അതൊന്ന് മിക്സിയിലിടുന്നു വേണ്ട, ഇത് ചെയ്യുക. നമ്മൾ തൂമിക്കാന്നറിയല്ലോ, എന്താ പറയുക,
മനസ്സിലായില്ല? അല്പം ഒന്ന് എണ്ണയിൽ ഒന്ന് വറവിട്ടെടുക്കുക. നല്ല. എന്നിട്ട് വൈകുന്നേരം ഭക്ഷണത്തിന് നല്ലതാണ്. രാവിലെ കഴിക്കുക, വൈകുന്നേരം കഴിക്കുക. വൈകുന്നേരം വൻപയർ സൂപ്പും അത് നല്ലോണം കുത്തിയിട്ട് നല്ല സൂപ്പ്. എന്ത് ചെയ്യുക, കടല കൊണ്ട് എന്തും ചെയ്യുക. ഒരു ബൗളിൽ അത് കഴിച്ചാൽ ഒരു രാത്രി ഭക്ഷണത്തിന് മതി. രാത്രി ഭക്ഷണം ഒഴിവാക്കരുത്. രാത്രി ഭക്ഷണം ചില ആളുകൾ ഒഴിവാക്കുന്നത് അവരുടെ മസിൽസ് വീക്കാകാൻ കാരണമാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? രോഗങ്ങൾ കുറയും, പക്ഷേ അതേ സമയത്ത് മസിൽസ് വീക്കാവും. നേരെ വൈകി കഴിക്കരുത്. നേരെ വൈകി കഴിച്ചാൽ കുടലുകൾ, വയറ് അത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് നേരത്തെ കഴിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 മണി രാത്രിക്ക് വേണ്ട മൊത്തം ഫുഡ് 6 മണിക്ക് കഴിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുക. പെണ്ണുങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറിയ പൈസ ഇറച്ചി കയറ്റണ്ട. ആ ഇറച്ചിയുള്ളതിൻ്റെ എത്രയോ ഇരട്ടി പ്രോട്ടീൻ ഇതിലുണ്ട്. ഇറച്ചി കൊണ്ടുള്ള ഒരു ദോഷം ഇതിനില്ല താനും. ഇറച്ചി LDL കൂട്ടും, ഇത് LDL കുറക്കും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അങ്ങനെയൊക്കെ ചെയ്യും. ഒരു ബൗളിൽ ഒരു ബൗളിൽ എന്ത് ചെയ്യുക, ഈ വൻപയറിൻ്റെ സൂപ്പ്, ഒരു ബൗളിൽ കടല പുഴുക്ക്, അത് കഴിക്കാവുന്ന രൂപത്തിലാക്കുക. അത് കഴിക്കാവുന്ന രൂപത്തിലാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മടുത്തു പോകും. കഴിക്കാവുന്ന രൂപത്തിലാക്കലാണ് എന്താ പറയുക, പച്ചത്തേങ്ങ എന്ത് ചെയ്യാന്ന് കൊത്ത്, തേങ്ങാക്കൊത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെറുതാക്കി സ്ലൈസാക്കി ചെറുതാക്കിയിട്ട് അതിലേക്കിടുക. എന്നിട്ട് അതൊന്ന് വറവിട്ടെടുക്കുക. എന്നൊരു സ്പൂണിട്ട് അത് കഴിച്ചാൽ നല്ല രസമായിരിക്കും. മലബന്ധം തടയും, ആരോഗ്യം. കോളിൻ എന്നൊരു പോഷകം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും, നാഡീവ്യൂഹത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തെ സഹായിക്കും. കടല നന്നായി വേവിച്ച് അല്പം ഉപ്പും വേണമെങ്കിൽ തേങ്ങാക്കൊത്തും ചേർത്ത് കഴിക്കുന്നത് വൈകുന്നേരം മികച്ചൊരു ലഘുഭക്ഷണമാണ്. അത് നല്ലതാണ്. രാവിലെ നമ്മൾ പുട്ടും കടലക്കറിയും അത് നല്ലതാണ്. കേരളത്തിലെ പരമ്പരാഗത ഭക്ഷണമാണ് പുട്ടും കടലക്കറിയും. അരിയിലെയും കടലിലെയും അമിനോ ആസിഡുകൾ ഒന്നിച്ചു ചേരുമ്പോൾ അത് ശരീരത്തിന് ഒരു കംപ്ലീറ്റ് പ്രോട്ടീനായി മാറും. അത് വളരെ നല്ലതാണ്. കറുത്ത കടല, അതായത് കറിക്കടല മുളപ്പിച്ച് കഴിക്കുന്ന വിറ്റാമിൻ C, B കോംപ്ലക്സ് എന്നിവയുടെ അളവ് വർദ്ധിപ്പിക്കും, ദഹനം വളരെ എളുപ്പമാക്കും. അതൊക്കെ എന്ത് ചെയ്യുന്നറിയാം, മുളപ്പിച്ച് കഴിക്കുക, വെള്ളത്തിലിട്ട് മുളപ്പിച്ച് കഴിക്കുക. അതൊക്കെ നല്ലതാണ്. കടല വേവിക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് 8-10 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ, അതും ഈ സാധനങ്ങൾക്കൊക്കെ ഉള്ള വിഷയം അതാണ്. പലപ്പോഴും നമ്മളെ പെണ്ണുങ്ങൾ ഇതിന് പറ്റാതിരിക്കാനുള്ളൊരു കാരണോ, അത് ശ്രദ്ധിക്കാതിരിക്കാനുള്ളൊരു കാരണോ അതാണ്. ഇതിൽ നേരത്തെ ഓർമ്മയിൽ വെക്കണം. അവർക്കിത് വൃത്തിയായി ചെയ്യാൻ കഴിയുള്ളൂ. ഇതിന് പരിഹാരമായി ഇന്നിപ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? അത് അങ്ങോട്ട് നേരെ മറ്റേ ഇതിലിടും. എന്താ പറയാ, പ്രഷർ കൂട്ടണ കുക്കർ കണക്കേറ്റിടും. അതോടുകൂടെ അത് ചാവും. കുക്കറിൽ വെച്ച ഒരു ഭക്ഷണവും കഴിക്കരുത്. കുക്കറിൽ നിന്ന് ചത്ത ഭക്ഷണം അല്ലാതെ പുറത്ത് വരില്ല. ഒരിക്കലും കുക്കറിൽ വെച്ച ഭക്ഷണം നമ്മൾ കഴിക്കരുത്. നമ്മൾക്ക് ഇന്ന് ഈ സാധനങ്ങൾ നമ്മൾ കഴിക്കാത്തത് കൊണ്ടല്ല, പലതും കഴിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലായാലും പറഞ്ഞു, ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് നീ എന്നെ വാങ്ങിയത്, ഹോട്ടലിൽ നിന്ന് ഒരു പക്ഷേ നീ ഇത് വാങ്ങുന്നുണ്ടാവും. എന്ത്, ഈ ചെറുപയർ കറി, ഹോട്ടലിൽ ചെറുപയർ കറിയും നിൻ്റെ വീട്ടിൽ ഒരു ബോധമുള്ള പെണ്ണ് ചെറുപയർ കറിയും വെച്ചാൽ വളരെ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലാവുണ്ട് പറ. അവർ മിക്സിയിലിട്ടിട്ട് കുറച്ച് അടിച്ചിട്ട് പിന്നെ ചെയ്യും. ഇതങ്ങനെയല്ല. ഇതൊരു 8-10 മണിക്കൂർ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഭംഗിയാക്കിയതിന് ശേഷം പിന്നെ അത് വേവിക്കുമ്പോൾ ഈ വീട്ടിലെ ചെറുപയർക്കാരിൽ ഒന്നും കൂടി നല്ലൊരു കൊഴുപ്പുണ്ടാവും. ഈ കൊഴുപ്പ് എന്തുകൊണ്ടാണ് കൊഴുപ്പ് പുറത്ത് വന്നത്? നേരത്തെ കുതിർത്ത് വെച്ചു. മനസ്സിലാവുണ്ട് പറഞ്ഞത്? വളരെ ചിന്തിക്കണം. ഞാൻ ഹോട്ടലുകാർക്ക് ഇപ്പോൾ ഇതിൽ അവർ ചെറുപയർ കറി കൊടുക്കണമെന്നേ ഉള്ളൂ. അത് ചത്തുപോയാലും അവർക്ക് വിഷയമൊന്നുമല്ല. നമ്മളത് അങ്ങനെയല്ല. നമ്മളെ ശരീരത്തിന് ആ പ്രോട്ടീൻ മുഴുവനും കിട്ടണം. ഒരു കാരണവശാലും പ്രഷർ കുക്കറിൽ നമ്മളെ ഭക്ഷണങ്ങൾ ഇടരുത് ദയവായി. ഇതൊക്കെ നല്ല നല്ല ഭക്ഷണങ്ങളാണ്. ഒരു പ്രഷർ കുക്കർ എടുത്തു വെക്കുക, വീട്ടിലത് ഉപയോഗിക്കുക ചെയ്യരുത്. അപ്പം നേരത്തെ തന്നെ ഇപ്പോൾ 8-10 മണിക്കൂർ നേരത്തെ കടല വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ
ആ വെള്ളം ഒഴിവാക്കിയിട്ട് പുതിയ വെള്ളം കയറ്റി, ഏത് വെള്ളം അങ്ങനെ തന്നെയാണ്, ആ വെള്ളം ഒഴിവാക്കി പുതിയ വെള്ളം കയറ്റി, എന്നിട്ട് അതിനെ നമ്മൾ വേവിക്കുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വേവിക്കാൻ കഴിയും. അതിലുള്ള എല്ലാ സാധനം സത്തായി പുറത്ത് വരികയും ചെയ്യും. അതിൻ്റെ പ്രോട്ടീൻ പൂർണ്ണമായി നിനക്ക് കിട്ടും. നല്ലൊരു വിറകടുപ്പിൽ നോക്കുക, നല്ലൊരു ചട്ടിയിൽ മണ്ണിൻ്റെ ചട്ടിയിൽ വെച്ചാൽ അൽഹംദുലില്ലാ നല്ലൊരു ഭക്ഷണം, ഉന്നതമായ ഭക്ഷണം. കുറഞ്ഞത് 8-10 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഈ വെള്ളം കളഞ്ഞ് പുതിയ വെള്ളത്തിൽ വേവിക്കുന്നത് ഗ്യാസ് ഉണ്ടാക്കാനുള്ള സാധ്യത, നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് ഉണ്ടാക്കാനുള്ള സാധ്യത ഇല്ലാതാക്കും. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അല്പം കറിക്കായമോ അല്ലെങ്കിൽ ഇഞ്ചിയോ ചേർക്കുന്നത് നല്ലതാണ്. ദഹനം എളുപ്പമാക്കാൻ വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ നേരത്തെ വൻപയറിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ വേവിക്കുമ്പോൾ അല്പം ഇഞ്ചി ചേർക്കുക നല്ലതാണ്. കാരണം ഇഞ്ചിക്ക് വളരെ വലിയ ഗുണമുണ്ട്. സ്വർഗത്തിൽ പോലുമുള്ള ഒരു ചേരുവയാണല്ലോ ഇഞ്ചി. മിസാജുഹ സഞ്ചബീല എന്ന് പറഞ്ഞില്ല, ഐനന്തു സമ്മാ സൽസബീല എന്ന് പറഞ്ഞല്ലോ. ഖുർആൻ മനോഹരമായി എടുത്തു പറഞ്ഞ സ്വർഗത്തിലെ ഒരു ചേരുവയാണ് ഇഞ്ചി. ഭൂമി പോലെ, സ്വർഗം പോലെയുള്ള ഭൂമിയല്ലേ കേരളം. കേരളത്തിൻ്റെ അടിസ്ഥാന വിഭവങ്ങളിലൊന്നാണ് ഇഞ്ചി. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരമായി കഴിക്കണം. ഇത് കടല, പയർവർഗ്ഗങ്ങൾ, മുതിരയെ ഞാൻ പറഞ്ഞു എൻ്റെ ഓർമ്മ. മുതിരയും നല്ല ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ ഓർമ്മ മുതിര എന്ന് പറഞ്ഞാൽ കരുത്താണ്. കുതിരക്ക് പറഞ്ഞിട്ടില്ല ഞാനിത്, കുതിരക്ക് കൊടുക്കുന്നതാണ് മുതിര. നല്ല കരുത്തുള്ളത്, അമിതവണ്ണം കുറക്കും. ഒരുപാട് ശാസ്ത്രീയ ഗുണങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കടലയായാലും മുതിരയായാലും പയർവർഗ്ഗങ്ങളാണെങ്കിലും ഇതൊക്കെ വെറും ഒരു പ്രോട്ടീൻ സ്രോതസ് മാത്രമല്ല. ഇവ ഒരുമിച്ച് കഴിക്കുന്നത് വഴി ആരോഗ്യത്തിന് വലിയ നേട്ടങ്ങളുണ്ടാവും. ഞാൻ നേരത്തെ വൻപയറും പിന്നെ കറിക്കടലയും കൂടി കഴിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ഇതൊക്കെ ഒന്നിച്ച് കഴിക്കുക, സ്ഥിരമായി കഴിക്കുക, ഒന്നിച്ച് കഴിക്കുക വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നമുക്ക് തോരനാക്കാം, ഒന്ന് കറിയാക്കാം, കുറച്ച് ചക്കക്കുറിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇത് ഒന്നിച്ച് കഴിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ്, തടി കുറക്കാൻ വരെ ഇത് ഉപകരിക്കും ഈ സാധനങ്ങൾ. അത് കാരണം എന്തുകൊണ്ട് ഇതിൽ ഇഷ്ടം പോലെ ഫൈബറുകളുണ്ട്. ഈ ഭക്ഷണങ്ങൾ ലയിക്കുന്ന വലിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായി പെട്ടെന്ന് തോന്നും. ഗ്രലിൻ എന്ന വിശപ്പുണ്ടാക്കുന്ന ഹോർമോണിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയും. അതായത് മുതിര, കടല, മുതിര, പയർ, ഈ ചെറുപയർ, വൻപയർ പോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. കാരണം അത് ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നിറഞ്ഞു എന്നൊരു ധാരണ വയറ്റിൻ്റെ ഉള്ളിലേക്ക് വരും. ഈ ഇറച്ചിയും ചോറും തിന്നും പോലെയല്ല ഇത് കഴിക്കണത്. ഇറച്ചിയും ചോറും തിന്നാൽ എത്രയും നിനക്ക് തിന്നാം. ഇതങ്ങനെയല്ല. ഇത് നല്ലോണം ആട്ടി വായിലിട്ട് ചവച്ച് അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ കുറഞ്ഞ ചോറും കുറഞ്ഞ സാധനം വന്ന് നിൻ്റെ വയറ് നിറയും. അപ്പം അമിത വണ്ണം ഉണ്ടാവില്ല, വെറുതെ ഇവിടെ നിന്നും കെട്ടിക്കിടക്കൂല. ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് മനസ്സിലായില്ലേ പറഞ്ഞ, അമിത വണ്ണം ഒക്കെ പോകും, ഇഷ്ടം പോലെ കരുത്തുണ്ടാവും. നിർബന്ധമായും അതിലേക്ക് നമ്മൾ മടങ്ങണം, ദയവായി മടങ്ങണം. നീ ചെറിയ മത്സ്യം അതിലേക്ക് കൂട്ടുന്നതൊക്കെ നല്ലതാണ്. ചെറിയ മത്സ്യം ഇപ്പോൾ കുറച്ച് നമ്മൾ പിന്നെ പൂള, അത് മരിച്ചീനി, നല്ല എന്താ പറയുക, മൺകലത്തിൽ വെച്ച് മൺചട്ടിയിൽ വെച്ച് നല്ല മത്തി, അതിലേക്ക് ഇങ്ങനത്തെ കുറച്ച് കൂട്ടുകറികളും വെച്ച് കഴിച്ചാൽ ചോറ് പിന്നെ അവിടെ കുറഞ്ഞ അളവിന് മതി. 1 പിടി 2 പിടി ചോറ് മതി. നമ്മൾ ഇറച്ചി ചോറുവാണെങ്കിൽ ചോറല്ലാതെ കഴിക്കും. അതേ സമയത്ത് കുറഞ്ഞ ചോറ് മതി, വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കും. 1 പിടി 2 പിടി ചോറ്. ഇപ്പം ഈ തരം ഇപ്പോൾ പൂള പോലത്തെ കാര്യത്തിലേക്ക്, പൂള അതേപോലെ തന്നെ പയർ, കടല, ഇതൊക്കെ കൂട്ടുകറികളുണ്ടെങ്കിൽ 1 പിടി 2 പിടി ചോറ് ധാരാളം. ചോറ് അവിടെ കൂടുതൽ കഴിക്കാനേ തോന്നൂല. കുറഞ്ഞ ചോറുണ്ട് മതി. എന്നാൽ പിന്നെ ഒന്നും കൂടാനോ ഇല്ല, ഷുഗർ കൂടാനില്ല, ഒന്നുമില്ല. നല്ലൊരു ഭക്ഷണമാണത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. പെണ്ണുങ്ങൾ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ്, കടല, മുതിര, പയർ എന്നിവയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്.
അപ്പോൾ അതുകൊണ്ട് എന്താണ്, പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിയും. ശ്രദ്ധിക്കണം, ഇത് വളരെ പ്രമേഹത്തെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞ ആയതുകൊണ്ട് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഈ ഭക്ഷണത്തിലൊക്കെ അടങ്ങിയിട്ടുള്ള ഈ പയർവർഗ്ഗങ്ങൾ, കടല, മുതിര, ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് സാവധാനത്തിൽ മാത്രമേ റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരളവോളം പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഇതിന് കഴിയും. ഇൻസുലിൻ പ്രതിരോധം, ഇത് ഇങ്ങനെ പലതും കുറക്കാൻ സഹായിക്കും. ഷുഗർ കംപ്ലൈൻറ്റ് ഒരളവോളം കുറക്കാൻ ഈ കടല, പയർ, മുതിര, വൻപയർ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ നമ്മളെ സഹായിക്കും. കൊളസ്ട്രോൾ നിയന്ത്രിക്കും. അതേപോലെ തന്നെ ഹാർട്ട് ഹെൽത്ത് ഉണ്ടാവും, അതായത് ഹൃദയത്തിന് ആരോഗ്യമുണ്ടാവും. ഇതൊക്കെ ഇതിലടങ്ങിയിട്ടുള്ള സ്റ്റിറോളുകളും നാരുകളും ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ LDL ആഗിരണം ചെയ്യുന്നത് തടയും. ഈ ഭക്ഷണങ്ങളിലൊക്കെ, അതായത് കടല, മുതിര, പയർ പോലത്തെ ഇതിലെല്ലാം മാഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ധാരാളം ഉണ്ട്. ഇത് രക്തധമനികളെ ശാന്തമാക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യും. ഉയർന്ന ബ്ലഡ് പ്രഷർ ഉണ്ടാകൂല. കുടലിൻ്റെ ആരോഗ്യം ഇത് മെച്ചപ്പെടുത്തും. മികച്ച ദഹനം കിട്ടും. ഇതുകൊണ്ടൊക്കെ നല്ല ബാക്ടീരിയക്ക് വളർച്ചയുണ്ടാവും. ഇവയിലെ റെസിസ്റ്റൻ്റ് സ്റ്റാർച്ച് കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ആഹാരമായി മാറും. മലബന്ധം തടയും. ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കും. കൃത്യമായി മലവിസർജനത്തിന് സഹായിക്കും. ഇതൊക്കെ സത്യമാണ്. നിങ്ങൾ ഒരു ദിവസം ഇത്തരം ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കി, എന്നാൽ പിറ്റേന്ന് വളരെ ഭംഗിയായി വയറ്റുന്നു, ഒരു പ്രശ്നമില്ല. അപ്പം ഇന്ന് നമ്മൾ എന്താ പറയുക, ഈ കണ്ടതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഈ വയറ്റിന് പോകാനുള്ള സാധനങ്ങൾ ചില കുപ്പികളിൽ വരുന്ന ചില എന്താ പറയുക ലേഹങ്ങൾ ഇപ്പം നാട്ടിൽ സ്ഥിരമായുള്ളതാണ്. അതൊന്നും സ്ഥിരമായി ഉപയോഗിക്കുന്ന നല്ലതല്ല. സ്ഥിരമായി ഉപയോഗിക്കുന്ന നല്ലതല്ല. അവർ ആത്മാർത്ഥമായും നല്ല ചേരുവകൾ മാത്രമേ കൂട്ടുന്നുള്ളൂ എങ്കിൽ പോലും ആധുനിക കാലത്ത് കിട്ടുന്ന സാധനങ്ങളാണത്. അപ്പോൾ അതിൻ്റേതായ ദോഷങ്ങൾ അതിനുണ്ടാവും. പിന്നെ അത് കൃത്രിമമാണ്. ഞാൻ പറഞ്ഞു, മാസത്തിൽ ഒരിക്കലൊരു വയറിളക്കൽ ഓക്കെ. പക്ഷെ സ്ഥിരമായി ചില ആളുകൾ ഈ ഇത്തരം സാധനങ്ങൾ, ലേഹങ്ങൾ കഴിച്ചിട്ടാണ് വയറ്റിന് ഉപകരണമെങ്കിൽ അത് ദോഷമാണ്. ഒരു കൃത്രിമമായ സാധനത്തിന് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു രസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇത് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ ലേഹം കഴിച്ചിട്ട് കിടക്കുക, ഈ വയറ്റിൻ്റെ സ്വഭാവമുണ്ട്, ബോഡിക്കൊരു സ്വഭാവമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ബോഡി പാകപ്പെടും. പിന്നെ ഈ ലേഹം ചെന്നിട്ടില്ലെങ്കിൽ എന്തുണ്ടാവില്ല, വയറ്റുന്നില്ല. അതൊക്കെ മാറ്റിവെക്കി. ഇത് നമ്മളെ ഭക്ഷണമല്ലേ, ഈ ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിച്ചു നോക്കി. ഇറച്ചി ഉപയോഗിക്കണം, നിങ്ങൾ കുറക്ക്. ധാരാളം പ്രോട്ടീൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും.